ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒമാനിലെ യാത്ര എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് ആണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് അട്രാക്ഷൻ ആയിട്ടുള്ള മെയിൻ ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു സ്പോട്ട് എന്ന് പറയുന്നത്. മറ്റൊന്നല്ല, സ്ഥലത്തിന്റെ പേര് എന്ന് പറയുന്നത് വാദി ബനി ഖാലിദ്. ഞാൻ ഈ സ്പോട്ടിലേക്ക് രണ്ടാം തവണയാണ് ഇപ്പോൾ പോണത്. മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു, ഏകദേശം ഒരു 10 വർഷം മുന്നേ. പിന്നെ ഈ ഒരു സ്പോട്ട് പോകാനായിട്ട് ഞാൻ അധികം എല്ലാവരെയും അങ്ങോട്ട് സജസ്റ്റ് ചെയ്യില്ല. കാരണം മെയിൻ ഒരു റീസൺ എന്ന് പറയുന്നത് മസ്കറ്റിൽ നിന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട്, ഏകദേശം ഒരു 261 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഈ ഒരു സ്പോട്ട് എത്തണതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരു 2 ടണലുണ്ട്. ഏകദേശം നമ്മുടെ കുതിരാൻ്റെ ടണലുണ്ടല്ലോ, അതേ സെയിം ടണൽ തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ഇനി കുതിരാൻ ടണൽ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടിലൂടെ പോയി കഴിഞ്ഞാൽ ആ ഒരു മിസ്സിങ് മാറി കിട്ടും. പിന്നെ ഈ ഒരു സ്പോട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒട്ടകത്തൊക്കെ കാണാം. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇറങ്ങി ഫോട്ടോസൊക്കെ എടുക്കാം. ഞാൻ ഇതേപോലെയുള്ള സ്പോട്ടുകളൊക്കെ ഇറങ്ങി അത്യാവശ്യം എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 3 മണിക്കൂർ എടുത്തായിരുന്നു ആ ഒരു സ്പോട്ടിലേക്ക് എത്താനായിട്ട്. ഞാൻ ഈ റോട്ടിൽ കൂടെ പോയപ്പോൾ അത്യാവശ്യം പൊടിക്കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ വിസിബിലിറ്റിനൊക്കെ അത് ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഏരിയയിലൊക്കെ കുറച്ച് സ്ലോ ആയിട്ടാണ് പോയത്. ആക്ച്വലി ഇതിൻ്റെ മെയിനായിട്ട് ഈ പൊടിയും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ്. അവിടെ മരുഭൂമിയാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ പൊടികളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി വരുന്നത്. കണ്ടാ, ഈ ഏരിയയിലൊക്കെ റോട്ടിൽ അത്യാവശ്യത്തിന് മണലൊക്കെ കയറി കിടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ നല്ല സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പോണത്. ഈ ഒരു ചെറിയൊരു റൗണ്ട് അബൌട്ടിൽ കയറിയ സമയത്ത് അത്യാവശ്യം ചെറിയൊരു ചുഴലിക്കാറ്റൊക്കെ വന്നായിരുന്നു. പക്ഷെ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് മിസ്സായി. ഈ ഏരിയ കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം ഞാൻ പോണ വഴിയൊന്നും തെറ്റിയിട്ടില്ല. ലൊക്കേഷൻ എനിക്കൊരു ഫ്രണ്ട് ഷെയർ ചെയ്തതാണ്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെയുള്ള ലൊക്കേഷനിൽ കൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആളുകൾ ഈ വാദി ബനി ഖാലിദൊക്കെ കണ്ടിട്ട് തിരിച്ചു പോവാണ്. ആ സമയത്താണ് നമ്മളിത് കാണാനായിട്ട് പോണത്. അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള നല്ല റോഡുകൾ കാര്യങ്ങൾ കാണുമ്പോൾ ആ ഒരു ഏരിയ കൂടെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കണ്ട ഈ ഒരു ഏരിയയിലൊക്കെ കണ്ട നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് റോഡൊക്കെ വെൽ മെയിൻറ്റെയിൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഡ്രൈവ് ചെയ്യാനായിട്ടൊക്കെ എന്താ പറയുക, ഒരു പ്രത്യേകം ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ ചില ഏരിയയൊക്കെ എത്തുന്ന സമയത്ത് നമ്മുടെ വയനാട് ചുരം പോലെ ചെറിയ ഹെയർ പിന്നുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഏരിയയിലൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക രസം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോയി വാദി ബനി ഖാലിദ് എത്തുന്നതിന് മുന്നായിട്ട് ചെറിയൊരു ഗ്രാമം പോലുള്ള സ്ഥലത്ത് കൂടി നമ്മൾ ഇതുപോലെ ഡ്രൈവ് ചെയ്ത് പോകുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, വയനാട് ചുരം അതിൻ്റെ പ്രതിനിധീകരണ ചെറിയ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ട ഈ ഒരു റോഡ് കാര്യങ്ങൾ കാണുമ്പോൾ എനിക്കങ്ങനെ തോന്നിയിരുന്നു. അങ്ങനെ നീണ്ട 3 മണിക്കൂറിൻ്റെ ഡ്രൈവിങ്ങിനൊടുവിൽ നമ്മുടെ ആ സ്പോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. നമ്മുടെ കാറൊക്കെ പാർക്ക് ചെയ്തു. അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഞാൻ മുമ്പ് 10 വർഷം മുമ്പ് വന്നായിരുന്നു പറഞ്ഞല്ലോ. അന്ന് നടന്ന ആ ഒരു ഇതും ഇന്ന് കാണുന്ന ഈ ഒരു സെറ്റപ്പും കാണുമ്പോൾ എനിക്ക് ആനമ്പലം പോലെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. കാരണം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ റീസ്ട്രക്ചറിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. റോഡ് കണ്ട സൈഡും കാര്യങ്ങളൊക്കെ കണ്ടാൽ ഞങ്ങൾക്ക് അറിയാം. നമ്മൾ ഈ ഒരു സ്പോട്ടിൽ കാർ ഇട്ടിട്ട് ഏകദേശം ഒരു 700-800 മീറ്റർ നമുക്ക് നടക്കാനുണ്ട്. ഇവിടുന്ന് ഈ ഒരു സ്പോട്ടിലേക്ക് നടക്കുന്ന സമയത്ത് ലെഫ്റ്റിലായിട്ടൊരു പറമ്പ് കാണാം. അവിടെ അത്യാവശ്യത്തിന് വാഴ കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. പിന്നെ വളർത്തുപുല്ലും പിന്നെ പനിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ബംഗാളികളൊക്കെ നടക്കണ കാണുന്നുണ്ട്. ആളില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആടി ഉണ്ടാക്കാനായിട്ട് 4 ഇലയൊക്കെ പറിച്ച് പോവായിരുന്നു. മുന്നിൽ പോണ ആൾക്കാണ് എന്നേലും കൂടുതൽ തിരക്ക് ആ സ്പോട്ടിൽ നിന്ന് പെട്ടെന്ന് എത്താനായിട്ട്. പിന്നെ അതേ പോണ വഴിക്ക് കണ്ട പബ്ലിക് ടോയ്ലറ്റ് കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മോണിക്ക് വേണമെങ്കിൽ അത്യാവശ്യം കാര്യം സാധിക്കാം. അതുമാത്രമല്ല അവിടെ വേറൊരു സെറ്റപ്പ് കണ്ടു. അവിടെ മാവ് നന്നായിട്ട് പൂത്ത് നിൽക്കുന്നുണ്ട്. ഒരു 2 മാസം കൂടി കഴിഞ്ഞ് വന്നെങ്കിൽ കുറച്ച് മാങ്ങ കൂടി പറക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു കനാല് പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ കൃഷി പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ വെള്ളം യൂസ് ചെയ്യണമെന്ന് തോന്നണേ. അപ്പോൾ നമ്മുടെ ഏകദേശം ഒരു സ്പോട്ട് എത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെയൊക്കെ ആ കനാല് കണ്ടില്ലേ, അതിൻ്റെ ചെറിയ ഇത്തിരി കൂടി വലുപ്പത്തിൽ ഇവിടെ തോട് പോലെ കീറിയിട്ടിട്ടുണ്ട്. കണ്ട ഇതിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് മീൻ ഇട്ടിട്ടാ. നമുക്കൊരു വലയും കൊണ്ട് വരണമെങ്കിൽ കുറച്ച് മീനൊക്കെ പിടിക്കാം. മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെയും കുറേ കൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കണ്ട ഹിറ്റാച്ചി കിടക്കണുണ്ടല്ലേ. ഈ ഒരു സ്പോട്ട് പക്ഷേ മുമ്പ് കണ്ട പോലെ തന്നെ അതേ സ്പോട്ട് തന്നെയാണ്. 10 വർഷം മുമ്പ് കണ്ടെന്നില്ല, അതേ സ്പോട്ട് തന്നെയാണ് കണ്ടത്. ഇതേപോലെ ഈ പാലം അത് അന്നും ഉണ്ടായിരുന്നു. ഈ ഒരു ഏരിയയിലൊന്നും കണ്ട അത്യാവശ്യം ആഴം കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ ഇവിടെ നിന്നാണ് നീങ്ങിഞ്ഞ നല്ല ആഴമുണ്ട്. മുന്നേ വന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇതിൻ്റെ ആ ഒരു ടോപ്പ് പോയിട്ടുണ്ട്. ആ ഒരു പോയിന്റിൽ നിന്നൊക്കെ ഈ വെള്ളത്തിലേക്ക് ചാടാം. കാരണം നല്ല ആഴമുള്ള ഏരിയയാണ്. നിങ്ങൾക്ക് ആ വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ അറിയാം കേട്ടോ, നല്ല ആഴം കാര്യങ്ങളൊക്കെ. ഈ ഏരിയയിലൊക്കെ കണ്ടില്ലേ, വെള്ളമൊക്കെ നല്ല കണ്ണീര് പോലെയാണ് കിടക്കുന്നത്. അന്നൊക്കെ ഞങ്ങൾ വന്നപ്പോൾ നന്നായിട്ട് കുളിച്ചായിരുന്നു. പക്ഷെ ഇതിൻ്റെ സെൻറ്റർ ഭാഗമൊക്കെ നല്ല ആഴമുണ്ട് കേട്ടോ. അന്ന് തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ കഷ്ടി എന്താ പറയുക, നീന്തൽ അറിയില്ല. അപ്പോൾ അയാൾ കഷ്ടി ഞങ്ങൾ രക്ഷപ്പെടുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പോട്ട് നമുക്ക് മറക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരാളെ കണ്ടു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. നമ്മുടെ എരണ്ട ഉണ്ടല്ലോ, എരണ്ട, അത് തന്നെ അവൻ തന്നെ. എനിക്ക് തോന്നുന്നു അത്യാവശ്യം മീൻപിടുത്തൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി ഇരിക്കാന്ന് തോന്നുന്നു. ഞങ്ങൾ മുമ്പ് വന്ന സമയത്ത് ഏകദേശം ഈ ഒരു വെള്ളമുള്ള ഏരിയ വരെ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആക്ച്വലി ഇവിടെ നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുണ്ട്.
പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതായത് കുളിക്കുന്ന സമയത്ത് മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കണം എന്നുള്ള ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കുളിക്കണില്ല, അതുകൊണ്ട് തന്നെ നമുക്കത് പ്രശ്നമില്ല. ആക്ച്വലി വീട്ടിൽ നിന്ന് വന്ന സമയത്ത് തന്നെ ഇവിടുന്ന് കുളിക്കണമെന്ന് കണക്കാക്കിയിട്ട് അതിനുള്ള വേണ്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ അങ്ങനെ അധികാരം കുളിക്കാനൊക്കെ കാണുന്നില്ല. പിന്നെ ഈ ഡീപ്പായിട്ടുള്ള വാട്ടറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം തോന്നിയില്ല. പേടി കൊണ്ടൊന്നല്ല കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ ഇട്ടിട്ടുള്ള ഈ ഒരു പാലത്തിൻ്റെ നടുവിൽ നമ്മുടെ നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ ഈ വെള്ളം വരണ ഒരു ഏരിയ. ഈ ഏരിയയ്ക്ക് ഇപ്പോൾ ഒരുപാട് ഉള്ളിലേക്കുണ്ട്. നമുക്ക് ഈ സൈഡ് പിടിച്ചിങ്ങനെ സ്റ്റെപ്പൊക്കെ കെട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നടന്ന് പോവാം. കുറേ ആളുകളൊക്കെ ആ അറ്റത്തുനിന്ന് നീന്തി ഇങ്ങനെ പതുക്കെ വരും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഒന്ന് പിടിച്ച് നിൽക്കാൻ പാകത്തിനാണ് ഇതേപോലെ ഉണ്ട് ചങ്ങലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അതിട്ട് കൊടുത്തേണ്ടത്. എല്ലാവരും ഈ ഒരു ഡയറക്ഷനിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും ആ ഒരു സൈഡിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണ് അവിടെ സംഭവം ഉള്ളതെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. എൻ്റെ കൂടെയുള്ള ആൾക്ക് ഒട്ടും തന്നെ ക്ഷമയൊന്നുമില്ല, വേഗം പോകാൻ വേണ്ടി തന്നെ അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ മുക്കൽ കേവ് എത്തും. അപ്പോൾ നമുക്ക് 1 കിലോമീറ്റർ കൂടെ നടക്കാനുണ്ട്. പയ്യെ നമുക്ക് നടന്ന് നോക്കാം. പ്രകൃതി തന്നെ ഒരുക്കിയ ഒരു കനാൽ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ചെറിയൊരു തടാകം പോലെ ഒരു അരുവി. ആളുകൾക്ക് അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സൈഡിൽ കൂടെ കുറച്ച് കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്താണ്. അത്ര തന്നെ. നമ്മൾ മുന്നോട്ട് പോകുന്നതോറും വെള്ളത്തിൻ്റെ അളവുകളൊക്കെ ഇങ്ങനെ കുറയുന്നുണ്ട്. ചില ഏരിയയിലൊക്കെ കുറച്ച് വെള്ളമുണ്ട്, എന്നാലും വെള്ളത്തിൻ്റെ അളവ് ഇങ്ങനെ കുറഞ്ഞാണ് വരണത്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായ മറ്റൊന്നല്ല, നമ്മൾ വരുമ്പോൾ എപ്പോഴും കാലത്ത് വരണം നല്ലത്. അതാകുമ്പോൾ ഉച്ചയ്ക്കൊക്കെ ആ വെയിലൊക്കെ കിട്ടണോണ്ട് തന്നെ നല്ല വെളിച്ചം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഏകദേശം ഒരു 5 മണി 5:30 ആയതുകൊണ്ട് വെളിച്ചമൊക്കെ കുറച്ച് പോയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പയ്യെ നടന്നു തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സ്പോട്ടൊന്നും എത്തിയിട്ടില്ല. എന്നാലും ഗുഹ വരെ എത്തിയിട്ടുള്ള കാര്യമുള്ളൂ. ദോണ്ട്ര ചെറിയൊരു വാട്ടർഫാള്, വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു വാട്ടർഫാള്. ചില ഏരിയയിലൊക്കെ എത്തിയപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ എന്താ പറയുക പള്ളികളൊക്കെ ക്രിബ് ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ കല്ലും ഈ മരങ്ങളൊക്കെ വെച്ച് ഇങ്ങനെ അറേഞ്ച് ചെയ്യില്ലേ, ആ ഒരു അറേഞ്ച്മെൻറ്റാണ് ചില ഏരിയകളിലൊക്കെ എത്തുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ നമ്മൾ ഇത്രയും ഉള്ളിലേക്ക് വന്നിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം ഡ്രസ്സൊക്കെ മാറാനായിട്ടുള്ള ചെറിയ പോർട്ടബിൾ ആയിട്ടുള്ള ചെറിയ സെറ്റപ്പുകൾ അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓക്യുപ്പൈ ചെയ്യുന്നതിനനുസരിച്ച് അവിടെ ചെറിയൊരു ബോക്സും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. 100 പൈസ 200 പൈസ 500 പൈസ അങ്ങനെയൊക്കെ പൈസയിൽ ഇട്ടാൽ മതി. ഇവർക്ക് ഇവിടെ വരുന്ന ആളുകളോട് വിശ്വാസമൊക്കെ ഉണ്ട് കണ്ടോ, അതുകൊണ്ട് തന്നെയാണ് അവർ ക്യാഷ് ബോക്സൊക്കെ ഇങ്ങനെ വെച്ച് പോണത്. പിന്നെ നിങ്ങൾക്ക് നീന്താനായിട്ട് പേടിയുള്ള ആളുകൾക്കൊക്കെ കണ്ടോ അതേ ഇവിടെ സ്വിമ്മിങ് ജാക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. 1 റിയാൽ കൊടുത്ത് തന്നെ എടുക്കാം. പിന്നെ വെള്ളം വെച്ചിട്ടുണ്ട് 100 പൈസ. പുറത്തൊക്കെ 100 പൈസ തന്നെയാണ്. ഇവിടെ വരെ വന്നിട്ട് അവർ 100 പൈസ വാങ്ങണം എന്നുള്ള കാര്യത്തിൽ എന്താ പറയുക സത്യം പറഞ്ഞാൽ എനിക്ക് അത്ഭുതം തോന്നിയിട്ടാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ചെറിയ വെള്ളമൊക്കെ ഉള്ള ഏരിയ എത്തിയിട്ടുണ്ട്. വലിയ കാര്യമായിട്ടില്ല, എന്നാലും അത്യാവശ്യത്തിന് വെള്ളമുണ്ട് ഇവിടെ. പിന്നെ ഇതിൽ കൂടെ ഈ പോണ റൂട്ടൊക്കെ കൊള്ളാം. ചില ഏരിയയിലൊക്കെ ഇങ്ങനെ ഇടിങ്ങൊക്കെ പോകണം, അതുപോലെ നോക്കിങ്ങണ്ട് പോകണം, അല്ലെങ്കിൽ തലയൊക്കെ നമ്മുടെ ഏതെങ്കിലും കല്ലിലൊക്കെ പോയി ഇടിക്കും. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇവിടെയും ചങ്ങലയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലൊക്കെ ഒന്ന് പിടിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ആ ചങ്ങലയിലൊക്കെ പിടിച്ച് നിൽക്കാം. ഇവിടെയുള്ള ടെൻറ്റ് ആരോ പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്, ധാരാളമാവാം. പിന്നെ ഈ ഒരു പോണ ആ ഒരു റൂട്ടും കാര്യങ്ങളുണ്ടല്ലോ അതൊരു പ്രത്യേക രസമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒരു അഡ്വഞ്ചർ ട്രിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അവളിപ്പോൾ എന്നേലും മുന്നേ പോയി ഗുഹ കണ്ടുപിടിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഗുഹയൊന്നും കാണുന്നില്ല, അതാണ് പറഞ്ഞു നിൽക്കുന്നത്. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് വരുമ്പോൾ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ടൊരു സുഖം കിട്ടണില്ല. ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊരു സുഖമൊക്കെ തോന്നാം. വീണ്ടും സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇനിയും നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകാനുണ്ട്. ഇവൾക്ക് ഒരു ക്ഷീണമില്ലാന്ന് തോന്നുന്നു, നേരെ വെച്ചടിച്ചുകൊണ്ട് പോവാണ്. എൻ്റെ അന്ത്യം കണ്ട് അവിടെ നിൽക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ഗുഹയ്ക്കുള്ള ഒരു സ്പോട്ട് ഏകദേശം എത്താറായിട്ടുണ്ട്. കണ്ട അതിൻ്റെ ഏകദേശം സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെറുതായി വരുന്നുണ്ട്. ഏകദേശം ഈ ഒരു ഏരിയയിൽ തന്നെയായിരിക്കും നമ്മുടെ ഗുഹ. അപ്പോൾ നമ്മുടെ നല്ല ഡീപ്പായിട്ടുള്ള ഈ സ്റ്റെപ്പൊക്കെ കയറി വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഗുഹ. പിന്നെ ഈ ഒരു ഗുഹ എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഒന്നും കയറാൻ പറ്റുന്ന ഒരു ഗുഹയെന്നല്ല, കുറച്ച് എന്താ പറയുക ഇടുങ്ങിയൊരു ഗുഹയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് എന്താ പറയുക ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകാന്ന് പറയുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ടാസ്ക്കാണ്. പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ ഉള്ളിൽ പോകണമെങ്കിൽ നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഒരു ലൈറ്റ് ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. 1 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റ് എടുക്കാം. ഏകദേശം 3 എണ്ണം കാലിയാണ്. അതിൻ്റെ അർത്ഥം 3 ആൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഓൾറെഡി പോയിട്ടുണ്ടെന്നാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് ഉച്ച ആ നേരത്തൊക്കെ വരാണെങ്കിൽ അത്യാവശ്യം ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളിൽ കൂടെ പോയാലും കുറച്ചൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ആവാറായിട്ടുണ്ട്. പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് റിസ്ക് എടുക്കണില്ല. പിന്നെ അത് മാത്രമല്ല ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയ സമയത്ത് ഒരുപാട് ആളുകൾ ഓക്സിജൻ്റെ അളവിനെ പറ്റിയൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടപ്പോൾ എന്തിനാ വെറുതെ റിസ്ക് എടുക്കണേ. പിന്നെ നമ്മൾ 1 റിയാൽ ഈ ബോക്സിലിട്ടിട്ട് എടുക്കണമെങ്കിൽ ലൈറ്റ് കത്തോന്ന് എന്തായാലും നോക്കണ്ടേ. കത്തണുണ്ട്, അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ലൈറ്റും കൊണ്ട് പോവാം. പക്ഷേ വേറൊരു എന്താ പറയുക ഒരു ഇതുണ്ട്, ഡ്രോബാക്ക് ഉണ്ട്. കാരണം നമ്മൾ ഈ ലൈറ്റും കൊണ്ട് പോയിട്ട് പാതി വഴി വെച്ച് ലൈറ്റ് പോയി കഴിഞ്ഞാൽ പണി പാളോന്നേ. അതുകൊണ്ട് സ്പെയറായിട്ട് നമുക്ക് ലൈറ്റും കൂടി കൊണ്ടുപോകേണ്ട വരും.
പക്ഷേ അത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പോകാനായിട്ട് കുറച്ച് ഇതല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഡ്രസ്സ് കണക്കാക്കി കൊണ്ടുവരണം, എന്നാലാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാനും പറ്റുള്ളൂ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ വാദിബനി കാലത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.